ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യ ചാപ്റ്റർ നോക്കാം. ആദ്യകാല മനുഷ്യജീവിതം, ഏർലി ഹ്യൂമൻ ലൈഫ്. അപ്പം നമുക്കറിയുന്നതിൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മനുഷ്യരെങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ജീവിതം നയിച്ചിരുന്നത്. ഇന്ന് നമുക്ക് എല്ലാവിധ പുരോഗതിയും ശാസ്ത്ര മേഖലയിലും സാങ്കേതിക മേഖലയിലൊക്കെ ഒരുപാട് പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ ജീവിതം അതിനനുസരിച്ച് വികസിച്ചു. പക്ഷേ നമ്മളെക്കാളും ഒരുപാട് കാലങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യൻ ഭൂമിയിൽ ഉടലെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ജീവൻ. അപ്പം ആ കാലഘട്ടം മുതൽ, ഇപ്പോൾ പുരാതന കാലഘട്ടം മുതൽ മനുഷ്യരെങ്ങനെയൊക്കെയാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത് നോക്കാലോ. എന്താണ് ഏർലി ഹ്യൂമൻ ലൈഫ്? വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലാസ്കോ എന്ന പ്രദേശത്ത് 2 കുട്ടികൾ അവരുടെ വേട്ടപ്പട്ടിയുമായിട്ട് മുയലുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പൊന്തക്കാട്ടിലും മാളങ്ങളിലൊക്കെ മുയലുകൾ അങ്ങനെ അവർ തിരഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവരുടെ വേട്ടപ്പട്ടിയെ കാണാതെയായി. അപ്പം അവരാകെ പരിഭ്രാന്തരായിട്ട് വേട്ടപ്പട്ടിയെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ എവിടെ എത്തി? ഒരു ഗുഹയുടെ അകത്തെത്തി, ഗുഹയ്ക്കുള്ളിലേക്ക് എത്തി. അപ്പം ഗുഹയ്ക്കുള്ളിലെത്തിയപ്പോഴെന്താണ് അവർ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. എന്തൊക്കെയാണ് ഗുഹയ്ക്കുള്ളിൽ? പല വർണ്ണങ്ങളിലെ കുതിര, കാട്ടുപോത്ത്, കാള, മാൻ തുടങ്ങിയ മൃഗങ്ങളെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ആരായിരിക്കും ഇതൊക്കെ വരച്ചത്? മനുഷ്യരായിരിക്കും അല്ലേ? ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ വരച്ചതായിരിക്കും. അപ്പം ഇതിനെയാണ് ഈ പ്രാചീന ശിലായുഗ മനുഷ്യർ ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങളാണ്. പ്രാചീന ശിലായുഗ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിയോലിത്തിക് ഹ്യൂമൻസ്. പാലിയോലിത്തിക് ഏജിലുള്ളവരാണ്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ്. പാലിയോ മീൻസ് എന്താണ്? ഓൾഡ് എന്നാണ് അർത്ഥം. ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ. അപ്പം പ്രാചീന ശിലായുഗം, പഴയ കാലഘട്ടത്തിലെ ശിലായുഗ മനുഷ്യരാണ്. ശിലായുഗ മനുഷ്യർ എന്ന് പറഞ്ഞാൽ, ശില പറഞ്ഞാൽ എന്താണ്? സ്റ്റോൺ ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ ശിലായുഗ മനുഷ്യർ എന്ന് പറയുന്നത്? അവരുടെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് എന്താണ്? കല്ല് കൊണ്ടിട്ടുള്ള ആയുധങ്ങളും കല്ലുകളൊക്കെ വെട്ടിയിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഗുഹയ്ക്കുള്ളിലൊക്കെ താമസ സ്ഥലങ്ങളായിട്ടൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. പ്രാചീന ശിലായുഗ മനുഷ്യർ ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങളായിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ആരാ വരച്ചത് എന്നാണ് പറയുന്നത്? പ്രാചീന ശിലായുഗ മനുഷ്യർ, ഓൾഡ് പാലിയോലിത്തിക് ഏജിലുള്ള ആളുകൾ. ഇതുപോലെ നിരവധി ഗുഹാചിത്രങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല ഇത് കാണുന്നത്, ലോകത്തിൻ്റെ എല്ലായിടത്തും മനുഷ്യരുണ്ടായിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ. അപ്പം എല്ലാ ഇടങ്ങളിലും ഇതുപോലുള്ള ചിത്രങ്ങൾ കാണാം. നമുക്ക് ആ ഫസ്റ്റിൽ തന്നെ തന്ന പിക്ചർ എന്താ നോക്കൂ, ഒരു കാളയുടേതാണ് അല്ലേ? ലാസ്കോ ഫ്രാൻസിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ ഒരു ഗുഹയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് അവിടെ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ള പിക്ചർ. അപ്പം അവരിതൊക്കെ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളുമായിട്ട് അവർക്ക് എന്തുണ്ടാവും എന്നാണ് അർത്ഥം? അടുത്തൊരു ബന്ധം അവർക്ക് ഉണ്ടാവും അല്ലേ? ഇനി നോക്കുക, പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് എന്താണ്? പാലിയോലിത്തിക് ഏജ്. ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കുക, പാലിയോലിത്തിക് ഏജ് എന്നാണ് പറയുന്നത്. പാലിയോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞത്? ഓൾഡ് എന്നാണ് പാലിയോ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ. അപ്പം പ്രാചീന ശിലായുഗം എന്നാണ് പറയുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ചതാണ് അല്ലേ? ഒബ്സർവ് ദ പിക്ചേഴ്സ്, ദീസ് ആർ ദ കേവ് പെയിൻറ്റിങ്സ്. ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നതിനാണ് കേവ് പെയിൻറ്റിങ്സ് എന്നാണ് പറയുന്നത്. ഡ്രോൺ ബൈ ദ പാലിയോലിത്തിക് മാൻ അറൌണ്ട് 10,000 years ബാക്ക്. ഏകദേശം എത്ര വർഷങ്ങൾക്ക് പിന്നിലാണ്? 10,000 വർഷങ്ങൾക്ക് പിന്നിൽ അവർ വരച്ച ചിത്രങ്ങളാണ്. Then why were they drawn inside the caves? എന്തുകൊണ്ടായിരിക്കും അവർ അവിടെ വരച്ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? Because they lived in the caves. കാരണം എന്താണ്? അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത്, അല്ലെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഗുഹകളാണ്. അതുകൊണ്ടാണ് അവരവിടെ വരച്ചത്. ദെൻ എന്തുകൊണ്ടായിരിക്കും ഇവ ഗുഹയ്ക്കുള്ളിൽ വരച്ചത് പറഞ്ഞു. ഈ ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്സ്? എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്? എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അവയിൽ അധികവും ഉള്ളത് അല്ലേ? പിന്നെ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ്, അവർ വേട്ടയാടുന്ന ചിത്രങ്ങൾ കാണുന്നുണ്ട്. പിന്നെ കളേഴ്സ് വെർ യൂസ്ഡ്, നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അവയിൽ അധികവും വരച്ചിരിക്കുന്നത്. പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ്, വേട്ടയാടുന്നതിൻ്റെ ചിത്രം. കളേഴ്സ് വെർ യൂസ്ഡ് അല്ലേ? മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ ചിത്രങ്ങളാണ്. പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ്, കളേഴ്സ് വെർ യൂസ്ഡ്.
അപ്പം പിക്ചേഴ്സ് വേട്ടയാടുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്, നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഗുഹയ്ക്കുള്ളിൽ തന്നെ താമസിക്കുന്നത്? അന്ന് നമ്മളെ പോലെ കോൺക്രീറ്റ് വീടുകളും ഓടിട്ട വീടുകളും ഒന്നുമില്ല. അപ്പം മനുഷ്യൻ്റെ ചിന്താശേഷി കൂടുന്നതിനനുസരിച്ചിട്ടാണ് പല പല മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു തുടങ്ങുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, മനുഷ്യൻ്റെ ചിന്തയും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അത്രയും വളരെ ചുരുങ്ങിയതായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കിട്ടിയ സ്ഥലങ്ങളിൽ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് ഗുഹകളിൽ അവർ താമസിച്ചു. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗുഹയിൽ താമസിക്കുന്നത്? ദേ വോണ്ട് ടു പ്രൊട്ടക്ട് ഫ്രം റെയിൻ ആൻഡ് ആനിമൽസ്. അവർക്ക് എന്തായിരുന്നു ആദ്യം കിട്ടേണ്ട സംരക്ഷണം? മഴയിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമായിരുന്നു അവർക്ക് സംരക്ഷണം കിട്ടേണ്ടത്. ഇനി ആ പാലിയോലിത്തിക് ഏജിൽ നമുക്ക് പല ചിത്രങ്ങളും അവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണ്? സംഘനൃത്തം കളിക്കുന്ന ആളുകളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഭിംബേഡ്ക എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഭിംബേഡ്ക ഗുഹകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചിത്രങ്ങളാണ്. അതേപോലെ വേട്ടയാടുന്നവരുടെ ചിത്രം കണ്ടോ? അപ്പോൾ അവര് എന്തിനു പോയിട്ടുണ്ടാവാം? അവരുടെ പ്രധാന തൊഴിൽ എന്തായിരിക്കാം? വേട്ടയാടലാണ്. അപ്പോൾ വേട്ടയാടുന്ന മനുഷ്യരുടെ ചിത്രവും അവിടെ തന്നിട്ടുണ്ട്. ഭിംബേഡ്ക ഗുഹയാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഭിംബേഡ്ക കേവ്സ്, മധ്യപ്രദേശ്. കേട്ടോ. ദെൻ കാട്ടുപന്നിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? കാട്ടുപന്നിയുടെ ചിത്രം എവിടുന്നാണ് കണ്ടത്? അൾട്ടാമിറ, സ്പെയിനിലെ അൾട്ടാമിറ ഗുഹകളിലാണ് ഈ കാട്ടുപന്നിയുടെ ചിത്രം കണ്ടിട്ടുള്ളത്. അപ്പം നോക്കുക, ഒരു പ്രദേശത്ത് മാത്രമല്ല ഒതുങ്ങിക്കിടക്കുന്നത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാചീന ശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ പലതും നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇന്ത്യയിലാണെങ്കിൽ ഒരു തന്ന ചിത്രം എവിടെയാണ്? സ്പെയിനിലാണ്. ഇനി അടുത്ത ചിത്രം നോക്കിയേ, ബോറ്, കാട്ടുപോത്തിന്റെ എവിടെയാണ് കൊടുത്തത്? ഷോവേ, ഫ്രാൻസിലാണ് അല്ലേ? കാട്ടുപോത്തിന്റെ ചിത്രം കണ്ടത് ഫ്രാൻസിലാണ്. അപ്പം ഇത്രയുമാണ് ചിത്രങ്ങൾ നമ്മൾ വിശകലനം ചെയ്തത്. ഇനി ഇവയിൽ നിന്ന് പ്രാചീന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലൈഫ്സ് ഓഫ് ദ ഏർലി മാൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ പിക്ചേഴ്സ്. എന്തൊക്കെയാണ്? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ദേ ഹണ്ടഡ് ആനിമൽസ് അല്ലേ? ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അവർ വേട്ടയാടലിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ആരെയാ വേട്ടയാടുന്നത്? ആനിമൽസ്. ദേ ഹണ്ടഡ് ആനിമൽസ്. സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ദേ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അവർ സംഘമായിട്ട് എന്ത് ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്? വേട്ടയാടാൻ പോവാറുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും? അതിലൊരു കാട്ടുപന്നി ചാടുന്ന ഒരു പിക്ചറാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ദേ ഒബ്സർവ് മൂവ്മെന്റ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ ചലനം, ഓരോ ജീവിയുടെയും ചലനങ്ങൾ ഓരോ രീതിയിലായിരിക്കാം. അവരത് ഒബ്സർവ് ചെയ്തത് കൊണ്ടാണല്ലോ ആ ഒരു പിക്ചർ അവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ദേ ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ആനിമൽസ്. പിന്നെ എന്തുണ്ട്? ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ ഒരു ജീവിയെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയും നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ നടത്തിയെങ്കിലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്, പല ഷേപ്പ്, കളറിലൊക്കെ ഉള്ള മാറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ദേ ഹാവ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ആനിമൽസ് അല്ലേ? ആനിമൽസുമായിട്ട് അവർക്ക് എന്തുണ്ട്? വേട്ടയാടാൻ പോകുന്നത് കൊണ്ട് തന്നെ ആനിമൽസുമായിട്ട് അവർക്ക് എന്തുണ്ടാവും? ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാവും. പിന്നെ എന്ത് പറയാം? നിറങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? they were expert in arts അല്ലേ? കലാരൂപങ്ങൾ, കലയായിട്ട് അവർക്ക് എന്തുണ്ട്? വൈദഗ്ധ്യമുണ്ട്, കലയിൽ വൈദഗ്ധ്യമുണ്ട്. ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? ഗുഹാചിത്രങ്ങളിൽ എന്തുണ്ട് എന്നാ പറയുന്നത്? വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് ഇവർക്ക് നിറങ്ങൾ കിട്ടുന്നത്? അന്ന് പെയിന്റിങ്സ് ഒക്കെ ഉണ്ടോ? പെയിന്റൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം എവിടെ നിന്നായിരിക്കാം? നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെ നിന്നായിരിക്കും അവർ ഈ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക? നിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. എവിടെ നിന്നാണ്? സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദ കേവ്സ് പെയിൻറ്റിങ്സ്. ദ കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം, എവിടെ നിന്നൊക്കെയാണ് അവർ കളേഴ്സ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്? കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെയും സസ്യങ്ങളുടെയും ഇലകളുടെ ചാറുകൾ. ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്കല്ലിൻ്റെ പൊടി. ഇതും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് അവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓരോ ഇലകൾക്കും ഓരോ പൂവിനൊക്കെ ഓരോ നിറങ്ങളല്ലേ ഉണ്ടാവുക. അതിന് മണ്ണിൻ്റെ പൊടി, ചെങ്കല്ലിൻ്റെ പൊടിയായിട്ട് ചേർത്ത് കളറുകൾ ഉണ്ടാക്കും. ചിത്രത്തിൽ കാണുന്ന കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ നിന്ന് കാണാൻ കഴിയും. അപ്പം ഈ നമ്മളിപ്പോൾ കണ്ട കാട്ടുപോത്തിൻ്റെയും കാട്ടുപന്നിയും ഒന്നും കൂടാതെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഇൻ അഡീഷൻ ടു ദ ഫിഗേഴ്സ് ഓഫ്
എന്തൊക്കെയാണ് ബോർ ദാറ്റ് യു സീൻ ഇൻ ദ ഗിവൺ പിക്ചേഴ്സ് ദ ഫിഗേഴ്സ് ഓഫ് ഹോഴ്സ്, ഡീർ, ലയൺ, ലെപ്പേർഡ്, ബിയർ, ഹെയ്ന എക്സെട്ര ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് കേവ്സ്. അപ്പോൾ ഓരോ രാജ്യത്തെ ഗുഹകളിൽ നിന്ന് പല തരത്തിലുള്ള മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ എന്താണ് അടുത്തത് പറയുന്നത്, നമ്മൾക്ക് അവരെക്കുറിച്ച് കിട്ടുന്ന വേറൊരു അറിവാണ്, ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ കാടിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ, കൊടും കാടിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശം മരങ്ങൾ തിങ്ങി വളരുന്നത് കാരണം സൂര്യപ്രകാശം കൃത്യമായിട്ട് എത്തിക്കൊള്ളണം എന്നില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ യൂസ്ഡ് എന്താണ് ആനിമൽ ഫാറ്റ്സ് അല്ലേ. അപ്പം മൃഗങ്ങളുടെ സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. എന്താണ് in the absence of sunlight they used animal fats as light അല്ലേ. അപ്പം സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗത്തിൻ്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് തീ കത്തിച്ചാണ് വെളിച്ചം ഉപയോഗിച്ചിരുന്നത്. വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാചിത്രങ്ങൾ. അപ്പം അവർ തമ്മിൽ പരസ്പരം എന്താണ്, മനുഷ്യരല്ലേ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും, നാളെ പോവേണ്ട ഏത് സ്ഥലത്തേക്ക്, ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്, ഇത്ര ആളുകൾ ആ ഭാഗത്തേക്ക്, കാരണം ഇവർക്ക് വേറെ ഓഫീസ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അപ്പം അവർക്ക് അവരുടെ മെയിൻ ജോലി എന്താണ്, നായാട്ട്, വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളും കായ്ക്കനികളൊക്കെ ഭക്ഷിച്ച് ജീവിക്കലായിരുന്നു അവരുടെ ജോലി. അപ്പം വേട്ടയാടാൻ പോകുമ്പം അവരെന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്തിട്ടുണ്ടാവും, മനുഷ്യരല്ലേ. അപ്പം എന്താണ്, നാളെ പോവേണ്ട സ്ഥലം ഇന്നത്, അവിടേക്ക് പോവുക, ഇത്ര ആളുകൾ പോവുക, നീ ഇന്ന മൃഗത്തിനെ വേട്ടയാടണം, അങ്ങനെയുള്ള ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഗുഹയുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പം ഗുഹേൻ്റെ മുകൾ ഭാഗത്തൊക്കെ എന്താണ്, അതും നല്ല സ്കില്ല് വേണം അല്ലേ. ഗുഹേൻ്റെ മുകൾ ഭാഗത്ത് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ റൂഫിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ നല്ല കഴിവ് അല്ലേ, നല്ല ബുദ്ധിമുട്ടി വേണം നമ്മൾ വരയ്ക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഗുഹയുടെ മുകൾ ഭാഗത്തും അവർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ റൂഫ് ഓഫ് ദ കേവ് ആസ് വെൽ. റൂഫ് എന്ന് പറഞ്ഞാൽ മേൽഭാഗം അല്ലേ. ദിസ് സ്റ്റാൻഡ്സ് ദ എവിഡൻസ് ഓഫ് ദെയർ ഡെക്സ്റ്റിറിറ്റി ഓഫ് ഏർലി ഹ്യൂമൻസ്. അവരുടെ പ്രാചീന മനുഷ്യൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ് ഇവിടെ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിരുന്നു. കാട്ടുപന്നി, കാട്ടുപോത്ത് കൂടാതെ ആന, കുതിര, ലെപ്പേർഡ്, ബെയർ, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നു. പിന്നെ ആനിമൽ ഫാറ്റ് വാസ് used as fuel for lighting in the caves where sunlight was insufficient. സൂര്യപ്രകാശം ഇല്ലാതിരുന്ന സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അവർ മൃഗങ്ങളുടെ കൊഴുപ്പാണ് തീ കത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ പേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്നതിൻ്റെ കൂടെ ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് കാണാനും കേൾക്കാനും പറ്റും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ അതിൽ അറിയിക്കുക. ആ പേജിൽ ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നോക്കാം. ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന സ്രോതസ്സുകളാണ്, സമർത്ഥിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറയുക, ഗുഹാചിത്രങ്ങൾ അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ തരുന്നുണ്ട്. അതൊരു സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് സമർത്ഥിക്കാം, ഉപയോഗിക്കാം എന്ന് അവർ പറയുന്നുണ്ട്. അത് നമ്മൾ ശരിയാണ് എന്ന് പറയണം, അതിനൊരു പ്രൂഫ് വേണം. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറയാം അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട്. ഇപ്പം ചിത്രത്തിൽ എന്താണ്, കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി, ഇവരുടെയൊക്കെ എന്തുണ്ടെന്നാണ് പറയുന്നത്, ഈ ജീവികളുടെയൊക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ തന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ നായാട്ടിന് പോകുന്ന ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അവരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടയാടിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്, മൃഗങ്ങളെ പിടിച്ചിട്ടാണ് അവർ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. പിന്നെ അതേപോലെ എന്താണ്, സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ അവരെന്താണ്, മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് തീ കത്തിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. പിന്നെ വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ,
അപ്പോൾ ഈ ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് തരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ദേ യൂസ്ഡ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പം കളേഴ്സിനെ കുറിച്ചിട്ട് അവർ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻറ്റ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ദേ ഹണ്ടഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്. അപ്പം അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാം? ഹണ്ടിങ് ആണെന്ന് പറയാം. പിന്നെ ദേ യൂസ്ഡ് എന്താ പറയുക, ആനിമൽ ഫാറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഹണ്ടിങ്ങിനെ കുറിച്ചിട്ട് അവരുടെ പ്ലാനിങ് എന്താണ് പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസ് ഫോർ ദെയർ പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രേ. എവിടെ പോയിട്ട് വേട്ടയാടണം, ഏത് ജീവിയെ വേട്ടയാടണം എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഗുഹയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ? അപ്പോൾ അവർ തീയിൻ്റെ ഉപയോഗം അവർക്ക് അറിയാം അല്ലേ? ഫയർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു കുക്ക് ഫുഡ്. വേവിച്ച ഭക്ഷണാവശിഷ്ടം എന്ന് പറയുമ്പോൾ തീ ഉപയോഗിച്ചിട്ടാവും. പിന്നെ ചാരം, അപ്പോൾ എന്തായാലും വിറക് കത്തിച്ചിട്ടുണ്ടാവാം. മൃഗങ്ങളുടെയും എല്ലുകളും തലയോട്ടികളും, അപ്പോൾ അതൊക്കെ എന്താണ്? അതിൻ്റെ മാംസമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ഭക്ഷണം അല്ലേ? അതൊക്കെയാണ് ഭക്ഷണത്തിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്? ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ. അപ്പം മീൻപിടുത്തം അവരുടെ ഒരു തൊഴിലായിരിക്കാം. തുടങ്ങിയവ ഗുഹയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? Residues of cooked food, ashes, bones and skulls of animals, leftovers of fruits, vegetables and freshwater fishes etc. were also discovered from the caves. അപ്പം കുക്ക് ചെയ്തിട്ടുള്ള ഫുഡിൻ്റെ റെസിഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് അവശിഷ്ടങ്ങൾ, ആഷസ് ചാരം, ബോൺസ്, സ്കൾ ഓഫ് ആനിമൽ തലയോട്ടി, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ലെഫ്റ്റ് ഓവേഴ്സ് ബാക്കിയുള്ളത്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓൾസോ ഡിസ്കവേർഡ് ഫ്രം ദ കേവ്സ്. ഇനി വാട്ട് എൽസ് ക്യാൻ വി കോംപ്രിഹെൻഡ് ഫ്രം ദം അബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ്? പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം? ഒരു പോയിന്റ് പറഞ്ഞു, ദേ കുക്ക്ഡ് ഫുഡ്, അവർ ഭക്ഷണം വേവിച്ചിരുന്നു അല്ലേ? പിന്നെ എന്താണ്? ആഷസ്, ബോൺസ്, സ്കൾസ് ഓഫ് ആനിമൽസ്, ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റിമൈനിങ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഫിഷസ് ആർ ഓൾസോ സീൻ ഇൻ ദ കേവ്സ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചാരം, എല്ലുകൾ, മൃഗങ്ങളുടെ തലയോട്ടി, ഫ്രൂട്ട്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, വെജിറ്റബിൾസിൻ്റെ അവശിഷ്ടങ്ങൾ, ഫ്രഷ് വാട്ടർ ഫിഷിൻ്റെ റിമൈനിങ്സ് ഒക്കെ എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്? ഗുഹകളിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ദെൻ പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തൻ കൂട്ടത്തെ നയിച്ചു. ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം അവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളാക്കി. മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവരുടേത് അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി. ഒറ്റയ്ക്ക് ഒരാൾ പോയിട്ട് വേട്ടയാടുകയല്ല, അവർ കൂട്ടമായി പോയിട്ട് അല്ല, ആ ഒരു ഗ്യാതറിങ്, കളക്റ്റീവ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. അവരുടെ ഒരു കൂട്ടായ്മ. ദ സ്ട്രോങ്ങർ എമംഗ് ദം ലെഡ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ലീഡർ ഉണ്ടാവുമല്ലോ, ഏറ്റവും കരുത്തനായവൻ ആരാണോ അയാളായിരിക്കും ലീഡർ. ദർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ആൺ പെണ്ണ്, ഇന്ന ജോലി പെണ്ണിനെ ചെയ്യാവോ, ഇന്ന ജോലി ആണിനെ ചെയ്യാവോ, അതില്ല. ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലായിരുന്നു ഹണ്ടിങ്ങിൽ. ദേ എയ്റ്റ് ദ ഫ്ലഷ് ഓഫ് 100 ആനിമൽസ് ആൻഡ് കാക്കാസസ്. പിന്നെ എന്താണ്? വേട്ടയാടി പിടിച്ചിട്ടുള്ള മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയൊക്കെ എന്താ പറയുക, മീറ്റാണ് മാംസമാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. നമ്മൾ പറഞ്ഞത് പ്രാചീന ശിലായുഗാന്ന്. ശില എന്ന് പറഞ്ഞാൽ ദ സ്റ്റോൺ. അപ്പോൾ അവരുടെ വെപ്പൺസ് അവരെന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? കല്ലുകൾ മൂർച്ചയാക്കിയിട്ടൊക്കെ ഉള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ദേ ഓൾസോ used bones of animals, ivory, pieces of woods, etc. as weapons. ഇത് കൂടാതെ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത്? എല്ല്, മൃഗങ്ങളുടെ എല്ല്, പിന്നെ ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങളൊക്കെ ചെത്തി മൂർച്ചയാക്കിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഹൈഡ് ആൻഡ് ബാർക്ക് വെയർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ്. പിന്നെ എന്താണ്? അവർ
തോലും ഓരോ മൃഗങ്ങളെ കൊല്ലുന്ന മൃഗങ്ങൾ തോലൊക്കെ ഉണ്ടാവില്ലേ അത്, പിന്നെ മരത്തിൻ്റെ തോല്, ഇതൊക്കെയാണ് അവർ എന്തായിട്ട് ഉപയോഗിച്ചത്? യൂസ്ഡ് ആസ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചത്. ദ ബോൺസ് ഓഫ് ആനിമൽസ് വെർ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സ്യൂവിങ്. വെറുതെ ഇങ്ങനെ മൃഗത്തോലൊക്കെ മുകളിലെടുത്തിട്ട ശരീരത്തിൽ അണിഞ്ഞാൽ പോരാ, അത് തുന്നി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, മൃഗങ്ങളുടെ എല്ലുകളാണ് അവരെന്തായിട്ട് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞത്? സൂചിക്ക് പകരം ഉപയോഗിച്ചിരുന്നത്. ഇനി പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ചുവടെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചത് നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രാചീന ശില ആയുധങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഒരു സൈഡിലൊരു പിക്ചർ തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. മൂർച്ച കൂട്ടിയിട്ടുള്ള കല്ലുകൾ, പല ആകൃതിയിലുള്ള കല്ലുകൾ, അത് മൃഗങ്ങളെ എറിഞ്ഞു വീഴ്ത്താനുണ്ടാവാം, പരിക്കേൽപ്പിക്കാനുണ്ടാവാം, അങ്ങനെ പല ആവശ്യങ്ങൾക്കും കല്ലുകൾക്ക് പല രൂപമാറ്റങ്ങളും വരുത്തിയിട്ടാണ് അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? താഴെ കുറേ ഹിൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഉപകരണങ്ങൾ, അവർ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? ഉപകരണങ്ങൾ, കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതേപോലെ എന്താ പറഞ്ഞത്? ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ, ഇതൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ. ദെൻ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെൽട്ടർ, അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന്. ആദ്യകാലങ്ങളിൽ മനുഷ്യരെവിടെയാണ്? മരക്കൊമ്പുകളിലൊക്കെയാണ്. ഓൺ ദ ബാർക്സ് ഓഫ് ദ BARK, ബാർക്സ് ഓഫ് ദ ട്രീസ്, മരക്കൊമ്പുകളിലൊക്കെയാണ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടും. താഴ്ന്നൊക്കെ കിടക്കുന്ന വീതിയുള്ള മരത്തടിയിലൊക്കെ കയറി കിടക്കതൊക്കെയായിരുന്നു. പിന്നീടാണ് അവരുടെ ഷെൽട്ടർ എന്ന് പറയുന്നത് ഏതായത്? കേവ്, ഗുഹകളാക്കി മാറ്റിയത്. പിന്നെ സംഘജീവിതം, അപ്പം എങ്ങനെയായിരുന്നു? അവർ സംഘങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ദേ ഫോംഡ് കമ്മ്യൂണിറ്റി, അല്ലേ? കമ്മ്യൂണൽ ലൈഫ്, അതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ കലാവൈദഗ്ധ്യം, അവരുടെ ആർട്ട് എങ്ങനെയാണ് അവർക്ക് കലയിൽ എന്താണ്? മേക്കിംഗ് ക്ലോത്ത്സ് ആൻഡ്, അല്ലേ? ക്ലോത്ത്സ് ഒക്കെ അവരുണ്ടാക്കിയിരുന്നു. പിന്നെ ഫുഡ്, ഭക്ഷണം, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് തന്നെയാണ്, അതൊരു കഴിവാണ്. പിന്നെ ദേ ആർ എക്സ്പേർട്സ് ഇൻ ക്ലോത്ത് മേക്കിംഗ്, അല്ലേ? വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ എക്സ്പേർട്സ് ആയിരുന്നു. അവരെന്തൊക്കെയാണ്? മൃഗത്തോലുകളും മരത്തോലുകളൊക്കെയാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആഹാരം, അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉപയോഗിച്ചിരുന്നു, ഫ്രഷ് വാട്ടർ ഫിഷസ് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ മീറ്റ് ഓഫ് ദ ആനിമൽസ്, പിന്നെ അതിൻ്റെ മൃഗങ്ങളുടെ മാംസവും ഉപയോഗിച്ചു. പിന്നെ ഉപജീവന മാർഗം, അവരുടെ തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണ്ടിങ് ഉണ്ടാവാം, ഫിഷിങ്ങും ഉണ്ട്. പിന്നെ എന്താണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ്, അവരെങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവർ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു? ദേ പ്ലാൻ ദ 100 ആനിമൽസ് ആൻഡ് ദ പ്ലേസ്. ഏതൊക്കെയാണ് ഏത് മൃഗത്തിനെയാണ് ഹണ്ട് ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ ഏത് സ്ഥലത്ത് പോയിട്ടാണ് ഹണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? നേരത്തെ പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ തീയുടെ ഉപയോഗം എങ്ങനെയാണ് അവിടെ? യൂസ് ഓഫ് ഫയർ എന്താണ്? ദേ യൂസ്ഡ് ഫയർ ആസ് ലൈറ്റ് ആൻഡ് ഫോർ കുക്കിംഗ് ഫുഡ്. അപ്പം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് തീ ഉപയോഗിച്ചത്? ഫയർ, അല്ലേ? ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീ ഉപയോഗിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പണ്ടത്തെ ഈ പാലിയോലിത്തിക് ഏജിലുള്ള ആളുകളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഗുഹകളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശേഷിപ്പിക്കാമോ? എന്തുകൊണ്ട്? നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? പാലിയോലിത്തിക് ഏജ് ഈസ് അതർവൈസ് നോൺ ആസ് ഹണ്ടിങ് ഏജ്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? അങ്ങനെ പറയാൻ പറ്റുമെന്ന്. യെസ് റിയലി, അല്ലെ? ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയാം. ദേ ഫൗണ്ട് ദെയർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫ്രം ഹണ്ടിങ്. അവരവരുടെ ഉപജീവന മാർഗം, ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ ഉപജീവന മാർഗം, അതൊക്കെ എവിടുന്നാണ് കണ്ടെത്തുന്നത്? ഹണ്ടിങ് എന്നാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ വി ക്യാൻ നോൺ പാലിയോലിത്തിക് ഏജ് ആസ് ഹണ്ടിങ് ഏജ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? പാലിയോലിത്തിക് ഏജിനെ ഹണ്ടിങ് ഏജ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? വിലയിരുത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പേജിൽ പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാചീന ശിലായുഗ മനുഷ്യൻ കല്ലായിരുന്നു അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മൃഗങ്ങളെ കൂട്ടമായി വേട്ടയാടിയിട്ട്
അതിൻ്റെ മാംസമാണ് ഭക്ഷിച്ചിരുന്നത്. ഏറ്റവും കരുത്തൻ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. പിന്നെ ആനക്കൊമ്പ്, മരക്കഷ്ണങ്ങൾ, തടിക്കഷ്ണങ്ങൾ, എല്ല് ഇതൊക്കെ ആയുധമായിട്ട് ഉപയോഗിച്ചു. തോല് കൂട്ടിച്ചേർത്തിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ ഭാഗങ്ങളിൽ പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യൻ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ? അവരുടെ പ്രാചീന മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാലിയോലിത്തിക് ഏജ് മുതലാണ് പഠിക്കുന്നത്. അന്ന് മുതലേ അവർക്ക് എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവരും നമ്മളെപ്പോലെ ബുദ്ധിയുള്ള മനുഷ്യനല്ലേ. അപ്പം തലച്ചോറ് അത് പ്രവർത്തിപ്പിക്കാൻ അറിയാം, അത് ഉപയോഗിക്കാൻ അറിയാം. അപ്പം അതുകൊണ്ട് അവരെ കാലഘട്ടത്തിലും എന്തുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്? സാങ്കേതിക മുന്നേറ്റങ്ങൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദർ ആർ സെവറൽ പീസസ് ഓഫ് എവിഡൻസസ് ഫോർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഓഫ് ഏർലി humans, the making of food and their improvement tools and their improvement helped them to attain such progress. A few of them are given below. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് അല്ലേ? അത് ഉപയോഗിച്ചാൽ മാത്രം പോരാ, അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അല്ലേ? മെച്ചപ്പെടുത്തലുകളൊക്കെ നടന്നു. ഇത്തരം മുന്നേറ്റങ്ങൾ സഹായകമായി. ഇനി അവയിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് അവർ ചെയ്തത്? പ്രാചീന ശിലായുഗത്തിൽ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. സ്റ്റോൺ സ്റ്റാച്യൂസ് വെർ മെയ്ഡ്. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി. പിന്നെ എന്താണ്? കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡഡ് ഫ്രം ക്ലേ. എന്താണ് അടുത്തത് ചെയ്തത്? ആദ്യം കല്ലെടുത്തു അല്ലേ? കല്ലുകൊണ്ട് ചെറിയ പ്രതിമ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ കളിമണ്ണെടുത്തു. കളിമണ്ണ് കൊണ്ട് ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി. ഇതൊക്കെയാണ് അവർ പണ്ട് കാലത്ത് ചെയ്തിരുന്ന മാറ്റങ്ങളാണ് വരുന്നത്. വെസൽസ് വെയർ വോവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. പിന്നെ എന്താണ്? മരങ്ങളുടെ നാര് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ കഴിവുകൾ ഓർത്ത് നോക്കണം. ആദ്യം കല്ലുകൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കി, പിന്നെ കളിമണ്ണ് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി. അതൊന്നും കൂടാതെ മരങ്ങളുടെ നാരുകൾ കൊണ്ട്, ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കി. പിന്നെ എന്താ പറഞ്ഞത്? മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. പിന്നെ വേറെ അവരുടെ ആർട്ടിസ്റ്റിക് ടാലന്റ്, പിക്ചേഴ്സ് വർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് കേവ്സ് ആൻഡ് റോക്സ്. അപ്പം മൃഗങ്ങളുടെ എല്ലില്, കൊമ്പുകളിൽ, ഹോൺ എന്ന് പറഞ്ഞാൽ കൊമ്പ്, ഗുഹകളിലും പാറകളിലൊക്കെ അവർ ചിത്രങ്ങൾ വരച്ചു. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. ഓർണമെന്റ്സ് ഓഫ് ഐവറി, ബോൺ, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെർ മെയ്ഡ്. അപ്പം ആനക്കൊമ്പ് ഉപയോഗിച്ചു, എല്ലുപയോഗിച്ചു, കല്ലുപയോഗിച്ചു, ചിപ്പികൾ, ഷെൽസ്, ഇതൊക്കെ കൊണ്ട് പലതരത്തിലുള്ള ആഭരണങ്ങൾ. അപ്പം അന്നേ മനുഷ്യൻ എന്തായിരുന്നു? ആഭരണപ്രിയരായിരുന്നു അല്ലേ? സ്വയം ആ ഒരു എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പേഴ്സണൽ ഒരു അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി അന്നും ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധമൊക്കെ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ ഇങ്ങനെയായിരുന്നെങ്കിലും കൂടി ശ്രദ്ധിക്കണം അതൊക്കെ. എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. ഇപ്പം എന്താണ് സുഷിരവാദ്യം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഫ്ലൂട്ടിനെ പോലെയുള്ള സുഷിരങ്ങളിലൂടെ നമ്മൾ ആ ഒരു വിൻഡിൻ്റെ ഹെൽപ്പോട് കൂടിയല്ലേ ആ ഒരു സുഷിരങ്ങളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ശബ്ദം ഉണ്ടാവുന്ന ഇൻസ്ട്രുമെൻസ് ആയ ഫ്ലൂട്ട് പോലുള്ള ഉപകരണങ്ങൾ അവർ ഉണ്ടാക്കി. എന്തൊക്കെയാണ് പറഞ്ഞത്? കല്ലുകൊണ്ട് ചെറിയ പ്രതിമകൾ നിർമ്മിച്ച് അവരുടെ അഡ്വാൻസ്മെൻ്റ് ആട്ടോ കാണിക്കുന്ന, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, സാങ്കേതിക വിദ്യയാണ് ഇതൊക്കെ. സാങ്കേതികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം കല്ലുകൊണ്ട് പ്രതിമകൾ, സ്റ്റോൺ സ്റ്റാച്യൂസ്. പിന്നെ കളിമണ്ണ് കൊണ്ട് മനുഷ്യൻ്റെ രൂപങ്ങൾ. പിന്നെ എന്താ? മരത്തിൻ്റെ നാര് ഉപയോഗിച്ചിട്ട് പാത്രങ്ങൾ. പിന്നെ മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലൊക്കെ അവർ പറ്റാവുന്നിടത്തൊക്കെ ചിത്രങ്ങൾ വരച്ചു. പിന്നെ ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. അപ്പം എന്തൊക്കെയാണ്? സ്റ്റോൺ സ്റ്റാച്യൂസ് വെർ മെയ്ഡ്, ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡഡ് ഫ്രം ക്ലേ, വെസൽസ് വെർ വൂവൻ ഔട്ട് ഓഫ് ദ ബാർക്ക് ഓർ ഫൈബർ, പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ ബോൺസ്, horns of animals and caves and rocks. Ornaments of ivory, bones, stones and shells were made. Flute-like wind instruments were made out of bones. ഇതൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം. ഇനി എല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേകതരം വാദ്യോപകരണത്തിൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? ബോൺസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതാ സുഷിരങ്ങളോട് കൂടിയിട്ട് പോസ് ഉണ്ട് അല്ലേ?
ഇനി പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ച മേഖലകൾ ചുവടെ നൽകുന്നു. അവയ്ക്ക് ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക. അവരുടെ അഡ്വാൻസ്മെന്റ് കാണിക്കുന്ന ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. എവിടേക്ക് എന്തൊക്കെയാണ്? ശില്പവിദ്യയിൽ അവർ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ചിത്രകലയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ, പെയിന്റിങ്, കരകൗശലം, ഹാൻഡിക്രാഫ്റ്റ്, അതിലാണ്. ശില്പവിദ്യ പറഞ്ഞ സ്റ്റാച്യൂസ് ഒക്കെ. ശില്പവിദ്യക്ക് ഉദാഹരണം എന്താണ്? സ്റ്റോൺ സ്ട്രക്ചേഴ്സ് അല്ലേ, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു, അത് ശില്പമല്ലേ. സ്റ്റോൺ സ്ട്രക്ചേഴ്സ് വെർ മെയ്ഡ് അല്ലെങ്കിൽ ആർ ഫോംഡ്. ഇനി ചിത്രകല, പെയിന്റിംഗ് ഒക്കെ. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡ്. പിന്നെ ചിത്രകല എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫിഗേഴ്സ് വെർ പെയിന്റഡ് ഓൺ ദ വാൾസ് ഓഫ് ദ കേവ്സ്. പിന്നെ എന്താണ്? ബോൺസ്. ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യന്റെ ചിത്രങ്ങൾ. ഹ്യൂമൻ ഫിഗേഴ്സ് മാത്രമല്ല, ബോത്ത് ഹ്യൂമൻ ആൻഡ് ആനിമൽ ഫിഗേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ വാൾസ് ഓഫ് ദ കേവ്സ്, റോക്സ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ. ആൻഡ് ബോൺസ് ഓഫ് ദ ആനിമൽസ്, മൃഗങ്ങളുടെ എല്ലിലും കൊമ്പുകളിലും ഗുഹകളിലും പാറയിലൊക്കെ ചിത്രങ്ങൾ വരച്ചു. ഇനി കരകൗശല വിദ്യ. കരകൗശല വിദ്യ പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്നത്, അങ്ങനെയല്ല. കരകൗശലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം? വെസൽസ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ഫൈബേഴ്സ്. നാരുകൾ കൊണ്ട് നമ്മൾ കൊട്ടമെടയ, പൂക്കൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് ഹാൻഡിക്രാഫ്റ്റ്സ്. വെസൽസ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ഫൈബേഴ്സ്. പാത്രങ്ങൾ നാരുകൾ കൊണ്ട് ഉണ്ടാക്കി. പിന്നെ വേറെ എന്തൊക്കെയാ പറഞ്ഞത്? ഓർണമെന്റ്സ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്, ഐവറി, ഷെൽസ് അല്ലേ. അപ്പം ഓർണമെന്റ്സ് ഒക്കെ അവർ ഉണ്ടാക്കി. പിന്നെ ഫ്ലൂട്ട് ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എല്ലുപയോഗിച്ചിട്ട് മറ്റേ എന്താ പറയുക, ഓടക്കുഴൽ പോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങളാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. അപ്പം ഇന്ത്യയിൽ പാലിയോലിത്തിക് ഏജിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്ന ആ മനുഷ്യരൊന്നും ഇപ്പോഴില്ല. അപ്പം അവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള കുറേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. എവിടെയാണ്? ഇനി ഇന്ത്യ മധ്യപ്രദേശിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ശ്രദ്ധേയമായ മധ്യപ്രദേശിലെ ഭിംബേട്ക. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ, റോക്ക് ഷെൽറ്റേഴ്സ്. അവിടെ പിക്ചർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇപ്പം റോക്ക് ഷെൽറ്റേഴ്സ് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടാണ്, കല്ല് ഡിസൈൻ ചെയ്തെടുത്തിട്ടാണ് അവർ അതിൻ്റെ ഉള്ളിലാണ് താമസിച്ചിരുന്നത്. ഇപ്പം ഇന്ത്യയിൽ അതെവിടെയാണ് കാണുന്നത്? മധ്യപ്രദേശിലെ ഭിംബേട്ക ഗുഹകളിലാണ്, കേവ്സിലാണ് കാണുന്നത്. അതുകൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പാലിയോലിത്തിക് ഏജിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഓരോ ഗുഹകളിൽ അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയ മാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയാം. എവിടേക്കാണ്? ഭിംബേട്ക എവിടെയാണെന്ന് പറഞ്ഞു? മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞു. പിന്നെ നേരെ വരുന്നതാണ് നർമ്മദ താഴ്വര. നർമ്മദ നദിയുടെ താഴ്വരകളിൽ അത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഓർക്കാൻ. നർമ്മദ എവിടേക്കാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി കടന്നു പോകുന്നത്. ഇടയ്ക്കാണ് 2 M, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര, ഒന്ന് ഗുജറാത്ത്. അതിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയും പാലിയോലിത്തിക് ഏജിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. പിന്നെ നാഗാർജുന കൊണ്ട, അതെവിടെയാണ്? ആന്ധ്രാപ്രദേശ്. നാഗാർജുന കൊണ്ട ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. പിന്നെ ഹൻസ്ഗി എന്ന് പറഞ്ഞാൽ കർണാടക. ഹൻസ്ഗി കർണാടക. കുർണൂൽ ഗുഹകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആന്ധ്രാപ്രദേശിലാണ് കാണപ്പെടുന്നത്. കുർണൂൽ ഗുഹകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആന്ധ്രാപ്രദേശിലാണ് കാണപ്പെടുന്നത്. ഇത്രയും സ്ഥലങ്ങളാണ് പാലിയോലിത്തിക് ഏജിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ അത് കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ മാത്രമാണല്ല സ്പെയിനിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഫ്രാൻസ്, കാട്ടുപോത്തിൻ്റെ ചിത്രം കണ്ടിട്ടുള്ള ഫ്രാൻസിലെ ഷോവേ ഗുഹകളിലാണ്. കാട്ടുപന്നിയുടെ ചിത്രം കണ്ടിട്ടുള്ളത് സ്പെയിനിലെ അൾട്ടാമിറ ഗുഹകളിലാണ്. ഇതൊക്കെയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്താണെന്ന് പഠിച്ചു. ആ ഏജിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു പഠിച്ചു. പിന്നെ അതേപോലെ എവിടേക്കാണ് ഇന്ത്യയിൽ പാലിയോലിത്തിക് ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണപ്പെടുന്ന സ്ഥലങ്ങളും അതിൻ്റെ മാപ്പുമാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ നിങ്ങളെ ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്